കവി അങ്ങനുണ്ട്? സൂപ്പർ അല്ലേ? വാഗമൺ കുരിശുമല. അതെന്തോ ആ ഭാഗം അത് വാഗമണാണ്. ഈ കുരിശുമല ഇതുണ്ട്, ആ കാണുന്ന ഭാഗത്താണ്, മേളിലാണ് ലാസ്റ്റ് കുരിശ്. ഇതോ അവിടെ നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു സ്പോട്ടിൽ നിന്ന് നമ്മൾ ഏകദേശം 1 കിലോമീറ്റർ ഉണ്ടെന്നാണ് പറഞ്ഞേ. അപ്പം അതിന് നേരെ ഓപ്പോസിറ്റാണ് ഈ ഒരു സ്റ്റാച്ചു. അപ്പോൾ ഈ സ്റ്റെപ്പ് കയറിയിട്ടാണ് ഇവിടെ ഞങ്ങൾ വന്നത്. വെരി ബ്യൂട്ടിഫുൾ പ്ലേസ്, അടിപൊളി അല്ലേ? നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് ഇനി നീങ്ങിയാലോ? അതെ, വിശക്കുന്നു. 1:30 ഒത്തിരി വണ്ടികളുണ്ടല്ലോ. അവിടെ നിൽക്കാൻ പോലും സ്ഥലമല്ലോ തോന്നുന്നു. ഭയങ്കര ആളാ. നമുക്ക് പോയി തട്ടുകടയിൽ പോയിട്ട് ഒരു ബോണ്ടയും പടം അടിക്കാം. മിക്കവാറും കാട്ടിനകത്ത് പോയി പട്ടിണിയായിരിക്കും. ഇത് കാടാ, ഇത് വാഗമണാടി. വാഗമണ് നോക്കിക്കോ, ഇനി അങ്ങോട്ടൊന്നും കാണത്തില്ല. ഇവര് മലകൾ അവള് വണ്ടിയിൽ ഇവിടെ വാഗമൺ എൻ്റർ ആയപ്പോ ഈ കാട്ടിലോട്ടാണ് എന്നെ കൂട്ടിക്കൊണ്ട് വന്നത്. അതെന്താന്നറിയാമോ ഗൈഡ്സ്? പറയൂ. ഞാൻ നീലഗിരിയിലെ ആളാ. ഊട്ടി നീലഗിരി ഡിസ്ട്രിക്റ്റിൽ നിന്ന് വന്ന ആളാ. അവിടെ മൊത്തം മലകളാണ്, ടീ എസ്റ്റേറ്റ് ആണ്, കാപ്പിത്തോട്ടമാണ്. അവിടെ ഇരിക്കുന്ന ഞാൻ വന്ന് ഈ വാഗമൺ കാണണമെന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇരട്ടിയാണ് അവിടെ ഞാൻ കണ്ടിട്ടുള്ളത്. ബർത്ത്ഡേ ആയിട്ട് എന്നെ കൊണ്ടുവന്നേക്കുന്ന. പിന്നെ 20 വർഷത്തിന് മുമ്പ് ഞാൻ ജീവിച്ച അതേപോലത്തെ സ്ഥലത്ത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സംഭവം നിന്റെ ജന്മദിനത്തിന് നീ ജനിച്ച ആ ഒരു ഇത് നിനക്ക് ഓർമ്മപ്പെടുത്താൻ വേണ്ടി തന്നെ കൊണ്ടുവന്നാ. നീ കാട്ടിലാ ജനിച്ചത് ഞാൻ പറഞ്ഞില്ല കേട്ടോ. ഞാൻ ജനിച്ചത് ചേട്ടൻ ചേട്ടന് വളരെ ഉപകാരം. ഏറ്റ പണിയാ കിട്ടിയ കേട്ടോ. സത്യം പറഞ്ഞാലുണ്ടല്ലോ, 5 മിനിറ്റ് കൊണ്ട് പോകേണ്ട സ്ഥലത്തോട്ടാണ് ഇപ്പം നമ്മൾ 3/4 മണിക്കൂർ കഴിഞ്ഞു. ഏകദേശം 1 മണിക്കൂറായി നമ്മൾ ട്രാഫിക്ക് പെട്ടിട്ട്. ആ ചങ്ങായിമാരുണ്ടോ, അമ്മമാർ ഈ ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് നടക്കുക, ബസ്സിൻ്റെ കൂടെ നടക്കുക അമ്മമാർ. സത്യം കുറേ നേരം കൊണ്ട് അമ്മ നടക്കുക. ഞാൻ ഇന്മാരത്തെ പോകത്തെന്ന്, കാരണം ബസ്സിൽ വന്നാലും അവർ ഒരു രക്ഷയില്ല കേട്ടോ. എൻ്റെ പൊന്നു, ഇമാതിരി ഒരു ട്രാഫിക്ക്. അതോ റോഡിന് വീതി ഉണ്ടോ അതും ഇല്ല. ഒരു വിധത്തിൽ നമ്മൾ ട്രാഫിക്കിൽ നിന്ന് രക്ഷപ്പെട്ടു കേട്ടോ. നമുക്ക് ഗ്ലാസ് ബ്രിഡ്ജ് കാണുന്നുണ്ടായിരുന്നു കുന്ത്രണ്ട്. അതിനുവേണ്ടി എത്രയും നമ്മൾ കിടന്ന് കട്ടപ്പെട്ടെ. അവിടെ ചെല്ലുമ്പോൾ അവസ്ഥ എന്താ നമ്പരാനറിയാം. ഈ സ്ഥലം എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടില്ലയോ? അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ഗാർഡൻ, അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ ബോട്ടിങ് സംഭവങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ പിന്നെ ഇതോ അവിടെ കണ്ട, അതെന്താ സൂര്യാന്തി അല്ലേ? സൂര്യാന്തി അല്ലേ എൻ്റെ പേര്? ജമന്തി. ഇതൊരു ചെക്ക് ഡാമാണ്. അത്യാവശ്യം നല്ല താഴ്ച കാണുമായിരിക്കും. ഇവരിതിപ്പം പെഡൽ ബോട്ടിങ്ങിൻ്റെ സംഭവത്തിന് വേണ്ടി ഉപയോഗിക്കുക കേട്ടോ. ഇത് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ സംഭവമാണെന്നാണ് നമ്മൾ അറിഞ്ഞത്. പെഡൽ ബോട്ടിങ്ങിൽ യാത്ര ചെയ്യാൻ വേണ്ടി 2 പേർക്ക് 100 രൂപയാണ് ചാർജ് ആക്കണേ. ഒരു എക്സ്പീരിയൻസ് ആണ്. ഒരു 20 മിനിറ്റ്സ് ഇങ്ങനെ ചവിട്ടി. അത്യാവശ്യം നല്ല ക്ലൈമറ്റാണ്, വെയിലില്ല. താഴത്തെ ലേക്കിൽ നിന്ന് മേളിലോട്ട് നടന്നു പോകാൻ വേണ്ടി, മലയുടെ മണ്ടയ്ക്കൂടെ പോയി ഗാർഡനിലോട്ട് നടന്നു പോകാൻ വേണ്ടി ഒരു ചെറിയൊരു വഴിയുണ്ട്. അപ്പോൾ അവർ ഇങ്ങനെ സൈൻ മാർക്കൊക്കെ ഉണ്ട്. ചേച്ചി കടന്ന കൈയായിപ്പോയി. അല്ല പാമ്പും കാണുമോ എടി? ഇതിപ്പോൾ ഇവിടുന്ന് എങ്ങോട്ടാ? ദിസ് വേ. അപ്പോൾ ഈ മലയുടെ മണ്ടയ്ക്ക് നമ്മൾ താഴെ അവിടെ ആയിരുന്നു ലേക്ക്. അടിപൊളി, ഉഗ്രൻ. നല്ല കാറ്റാണ്. ആ കാറ്റാണ് ഇവിടുത്തെ ബ്യൂട്ടി. വെയിലുണ്ടെങ്കിൽ അതെ. അടിപൊളി. വാഗമന് കാണിക്കാൻ കൂട്ടിക്കോട്ട് വന്നതാ. അന്യായ ട്രാഫിക് കിടക്കാണ്. ഞാൻ ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ വേണ്ടി 3 മണിക്കൂറായിട്ട് കഷ്ടപ്പെടുക. ഒരു രക്ഷയില്ല. എന്നാൽ നടക്കാമെന്ന് വിചാരിച്ചു. വണ്ടി അങ്ങ് പാർക്ക് ചെയ്തിട്ട് നടക്കാമെന്ന് വിചാരിച്ചു. അന്യായ ട്രാഫിക് ആയിപ്പോയി. ഞങ്ങളുടെ 1 കിലോമീറ്റർ മുന്നേ വണ്ടി പാർക്ക് ചെയ്തു. എന്നിട്ട് നടക്കുമോ? രാവിലെ ബർത്ത്ഡേ ആഘോഷിക്കാൻ ഇറങ്ങിയതാ. ഇമ്മാതിരി ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് നിന്റെ ജീവിതത്തിൽ കിട്ടിയിട്ടുണ്ടാവില്ല. നടന്ന്
എത്തി. ഇനി ഇവിടുന്ന് കുറേ ഉണ്ട് നടക്കാൻ. വാ, ഇനിയുണ്ട് കുറേ കൂടെ. ഇങ്ങനെ നോക്കുമ്പോൾ ക്യാമറയിലൂടെ കാണുമ്പോഴും നമ്മൾ വീട്ടിൽ ഇരുന്ന് കാണുമ്പോഴൊക്കെ നല്ല രസമാണ്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാണല്ലോ നടന്ന് ക്ഷീണിച്ച് ഗതികെട്ട് ഒരു ബർത്ത്ഡേക്കാരൻ നിൽക്കുന്ന നിൽപ്പുണ്ടോ, മെന്റലായി നടന്ന് നടന്ന്. എന്റെ മോള് പറഞ്ഞ അമ്മേ നമുക്ക് ഉച്ചയാകുമ്പോ കേക്ക് മുറിക്കാം, അമ്മ പിടി അമ്മേന്ന്. അവള് പറഞ്ഞ കേട്ടായിരുന്നെങ്കിൽ ഇന്റെ ഒരു കേക്കൊക്കെ മുറിച്ച് തിന്ന് നല്ല. ഇതുവരെ കുമരകമാത്ര കുമരകം ഒരു മല മണ്ടയ്ക്ക് കൊണ്ടിരുത്തേക്കും. ഇവിടെ ഒന്നുമില്ല. എന്ത് ചെയ്യാനാളിയാ, നമ്മളെപ്പോ പരിപാടി അവതരിപ്പിച്ചാൽ ഇതന്നെ. അങ്ങോട്ട് നോക്ക്, എന്താ ഉള്ളത്? ഒരു ഒന്നുമില്ല. ഇങ്ങോട്ട് നോക്ക്, എന്താ ഉള്ളത്? ഒന്നുമില്ല. ഗ്ലാസ് ബ്രിഡ്ജ് പോകാമെന്ന് പറഞ്ഞപ്പോൾ 5:30 ശേഷം അവിടെ ഓപ്പൺ ആവുള്ളൂ. ബുക്ക് ചെയ്തവർക്ക് ആദ്യം കയറാൻ പറ്റുള്ളൂ. ഇപ്പം ചെന്ന് കഴിഞ്ഞാൽ പിന്നെ താമസിക്കുമെന്ന് അവർ പറഞ്ഞു. അപ്പോൾ ഇനി ഞങ്ങൾ എന്നാൽ അവിടെ ചെന്ന് ടിക്കറ്റൊക്കെ എടുത്തിട്ട്, അപ്പം മിക്കവാറും കിട്ടില്ല, ഉറപ്പാണ്. അതെ, കിട്ടില്ല. അപ്പോൾ ആ പ്ലാനങ്ങ് വേണ്ടാന്ന് വിചാരിച്ചു. ഇതോ അവിടെ കണ്ടാ, ഇതോ അവിടെ വന്നത് ഗ്ലാസ് ബ്രിഡ്ജോ ഇതോ അതിനകത്തില്ല. അങ്ങോട്ട് പോകണം. ട്രാഫിക് ഉണ്ടോ? നമ്മൾ ട്രാഫിക്കില്ലെന്നോ ട്രാഫിക് ഇറക്കണം. പിന്നെ ഇവിടെ ആയി. ഞങ്ങൾ 1.5 കിലോമീറ്റർ നടന്നാൽ ഇപ്പോൾ എടുത്തി. അപ്പം ഞങ്ങൾ അത് കാണാതെ ഞങ്ങൾ തിരിച്ചു പോവാം. ടാറ്റാ ബൈ ബൈ, വി ലവ് വാഗമൺ. ഇതുകൊണ്ടാ അതിൻ്റെ മണ്ടയ്ക്ക് കയറണമായിരുന്നു. നീ വാഗമൺ കണ്ടില്ലെന്ന് പറയല്ലേ? നോക്ക്, ഇതേ കണ്ടോ, കണ്ടല്ലോ, വി ലവ് വാഗമൺ. സൂം ചെയ്ത് കാണിക്കാം. താഴോട്ട് കാണിച്ചേ. ഇവിടുന്ന് ഒറ്റ പിടുത്തം പിടിച്ച ഒറ്റ തല്ല് തല്ലിയാണല്ലോ. അതിനെ വാഗമൺ ഞാൻ കാണിച്ചില്ലെന്ന് പറയല്ലേ. അപ്പം നിനക്ക് ബർത്ത്ഡേക്ക് സന്തോഷമായല്ലോ. വാ ചക്കര വാ. ഈശ്വര, എൻ്റെ കാര്യം പോക്കാം. അപ്പോൾ ഞങ്ങളെന്തായാലും ഇവിടെ വരെ വന്നല്ലേ, ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ പറ്റില്ലെന്ന് ഉറപ്പായി. അപ്പോൾ ഗാർഡൻ ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഗാർഡനിലേക്ക് കയറി. അതെ, നിനക്ക് പൂക്കളെ ഒരുപാട് ഇഷ്ടമല്ലേ? ഇതെങ്കിലും കണ്ട് സമാധാനപ്പെടണം. ഈ ബർത്ത്ഡേക്ക് വളരെ ശോകമാണെന്ന് മനസ്സിലായി. നമ്മൾ പ്രതീക്ഷിച്ച ഒന്നുമല്ല സംഭവിച്ചത്. ഇത്രയും ട്രാഫിക് ആവുന്നു, ഇത്രയും തിരക്കാവുന്നു. പിന്നെ ഇന്നത്തെ ഏറ്റവും തെറ്റ് ചെയ്തേക്കുന്ന ആരാണെന്നറിയോ? ഞാനല്ല, നിങ്ങളുടെ അമ്മയാണ്. കാരണം നിങ്ങളുടെ അമ്മ 25-ാം തീയതി നിന്നെ പ്രസവിച്ച തെറ്റായിപ്പോയി. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറി. യേശുക്രിസ്തുവിൻ്റെ പിറന്നാൾ, അതാണ് യേശുക്രിസ്തുവിൻ്റെ പിറന്നാൾ. എന്തിനാണ് നിന്നെ പ്രസവിപ്പിച്ചേ? ഇതൊക്കെ തെറ്റല്ലേ? നീ വല്ല 26-ാം തീയതിയോ ഈ പോട്ടെ ഒരു 22-ാം തീയതി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ തിരക്കുണ്ടായിരുന്നോ? ഇതാണ് ഫ്ലവർ ഗാർഡൻ. എന്താണ്? മനോഹരമായ പൂക്കൾ, എവിടെയും പൂക്കൾ. ഒന്നും കഴിച്ചാൽ നല്ല വിശപ്പായിട്ട് ബിരിയാണിയൊക്കെ ദഹിച്ചു. കൊള്ളാട്ടോ, മനോഹരല്ലേ? ഇതെന്താ ആടോ? സൗഖ്യം താ ബാക്കി വാമ്മ. കൊച്ചാ അങ്ങ് പോയി ഗാർഡനെല്ലാം പാത്ത് രസിച്ചിട്ട് വന്നല്ല. ശരിയാ? ഇതെന്തായാലും മുതലായി കേട്ടോ. അതിന് തിരക്കില്ല. ആൾക്കാരെ മൊത്തം ഗ്ലാസ് ബ്രിഡ്ജ് ആയറിലാണ് പോയേക്കുന്നത്. അവിടെ അടിപൊളിയാണ്. പക്ഷേ ഇവിടെ എന്തായാലും തിരക്കില്ല, അത്യാവശ്യം സുഖമുണ്ട്. അവൾക്കെന്തായാലും ഇഷ്ടപ്പെട്ട ചെടികളാണ് മൊത്തം. അതുകൊണ്ട് സമാധാനമായി. അല്ല എൻ്റെ കാര്യം പോക്കായിരുന്നു. പുള്ളിക്കാരുടെ മുഖം ഒന്ന് തെളിഞ്ഞു. ബർത്ത്ഡേ ഗേൾ, സന്തോഷമായോ? ചെടി അല്ലേ? എൻ്റെ ഭാര്യയ്ക്ക് ഏറ്റവും ഇഷ്ടം ചെടികളാണ്. ഇല്ലയോ? അടിപൊളി ആണല്ലോ, നല്ല വെറൈറ്റി അല്ലേ? വാവ്. ഡോണ്ട് ടച്ച്, തൊടാൻ പാടില്ല. ഏയ് തരില്ല, തൊടാനും പാടില്ല, പൂ പറിക്കാനും പാടില്ല. അവർ പ്രത്യേകം എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ സൂപ്പർ വ്യൂ അല്ലേ? ഞങ്ങളതിനെ നടന്നാണ് ഇവിടെ എത്തിയത്. അവിടെ നിന്നല്ല, ആ മെയിൻ റോഡിൽ നിന്ന് 1 കിലോമീറ്റർ മുന്നേ അവിടെ നിന്ന് നടന്ന്. അതെ, മുമ്പേ ഞങ്ങൾ ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പ്രഖ്യാപിച്ച മലയാണ് ആ മല. ഞങ്ങൾ എന്തായാലും ഇങ്ങോട്ട് തിരിച്ച് വരാൻ തന്നെ തീരുമാനിച്ചു. പക്ഷെ അതുകൊണ്ട് ഒരു ഗുണമുണ്ടായി. എൻ്റെ പെണ്ണുമ്പിളുടെ മുഖം ഒന്ന് തെളിഞ്ഞു. ഇന്ന് രാവിലെ തൊട്ട് വണ്ടി കയറിയപ്പോൾ തൊട്ട് വാഗമൺ അവൾ വെറുത്തു പോയതായിരുന്നു. സ്വാഭാവികമായിട്ടും എൻ്റെ ഭാഗം തെറ്റുണ്ട്. ഈ ദിവസം ഇത്രയും തിരക്കുള്ളപ്പോൾ കൊണ്ടുവരാൻ പാടില്ലായിരുന്നു. അടിപൊളി. വാ, രാത്രി സൂപ്പർ ആയിരിക്കും കേട്ടോ ഇവിടെ. അതെ,
നമുക്ക് പക്ഷേ അതുവരെ കാണാൻ പറ്റില്ല. ഞങ്ങൾക്ക് ഇനി ഒരു 130 കിലോമീറ്റർ പോകണം വീട്ടിൽ പോകണമെങ്കിൽ. ഞങ്ങളൊരു 4 മണിയൊക്കെ ആകുമ്പോൾ ഇവിടെ നിന്ന് വിടണമെന്ന് വിചാരിച്ചാൽ പക്ഷേ എല്ലാം സർവ്വ പ്ലാനും പോയി. 4 മണിക്ക് വിടണമെന്ന് വിചാരിച്ചു, പക്ഷേ 4 മണിക്ക് അവിടെ എത്തിയത് കംപ്ലീറ്റ് പ്ലാനും ഡൗൺ. വാവ്, ബ്യൂട്ടിഫുൾ. അവിടെ നിന്നൊരു ഐ ലവ് യു പറയോ? ഉറക്കെ പറയടി. ഞങ്ങൾ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാൻ പറ്റാത്തതിൻ്റെ സങ്കടത്തിൽ ഇപ്പുറത്ത് ഗാർഡനിൽ വന്നിട്ട് ദൂരെ നിന്ന് ഗ്ലാസ് ബ്രിഡ്ജ് ഞങ്ങൾ കണ്ട് സമാധാനിക്കുകയാണ് സുഹൃത്തുക്കളെ, കണ്ട് സമാധാനിക്കുകയാണ്. എൻ്റെ ഭാര്യയ്ക്ക് കുറച്ച് പൂക്കൾ കണ്ടപ്പോൾ അതിൽ നിന്ന് അവൾക്ക് കുറച്ച് സന്തോഷം കിട്ടി. ഐ ആം വെരി സോറി അളിയാ കേട്ടോ. ഞാൻ പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു സാഹചര്യം. വളരെ ദുഃഖിതയാണ്. ബർത്ത്ഡേ ആയിട്ട് ഒന്ന് ആഘോഷിക്കാമെന്നൊക്കെ വിചാരിച്ച് വന്നതാണ്, പക്ഷേ ഫുൾ ട്രാഫിക്കിൽ വിട്ടുപോയി. കുഴപ്പമില്ല, ഇനിയും നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ വരാം. ഇത് കണ്ടോ, മറ്റേ ആ റോപ്പിൽ, എൻ്റെ പേര് ഞാൻ മറന്നുപോയി, അതിൽ നിന്ന് ഇങ്ങനെ വരും, ഇത് ഇവിടെ വരും. താഴെ ഒരു ചെക്ക് ഡാമാണെന്ന് തോന്നുന്നു കേട്ടോ. അവിടെ പെഡൽ ബോട്ടിങ്ങും പരിപാടിയൊക്കെ ഉണ്ട്. ഇതിലെല്ലാം കയറണമെന്ന് വിചാരിച്ചൊക്കെ വന്നതാണ്, പക്ഷെ ഒന്നും പറ്റിയില്ല. ആ നല്ല രസമാണ്. അന്യ വ്യൂ ആണ്, ഭയങ്കര. അതെ, സൂപ്പർ വ്യൂ. ഇതോടെല്ലാം ആൾക്കാർ ഇരിപ്പുണ്ടല്ലോ അങ്ങനെ മണ്ടയ്ക്ക്. ഇത് അവിടെ ഒരു ചെക്ക് ഡാമുണ്ട് ദൂരെ, നോക്ക്. പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ തൽക്കാലം സ്ഥലം വിടുകയാണ്. ഞങ്ങൾക്ക് വാഗമണ്ണെ പൂർണ്ണമായും അവിടെ 12 മണിയാകുമ്പോഴേ ടിക്കറ്റ് ക്ലോസ് ചെയ്തു. വൈകിട്ട് 5 മണി തൊട്ട് അങ്ങോട്ട് 9 മണി വരെ ഉള്ള. പക്ഷെ രാവിലെ 1:30 കയറുന്ന പറയണം നമുക്ക്. രാവിലെ വന്ന് 12 മണി വരെ ഉള്ളായിരുന്നു. 12 മണിക്ക് ടിക്കറ്റ് ക്ലോസ് ചെയ്തു. ഇന്ന് അവധി ദിവസമല്ലേ, അപ്പം ക്രിസ്മസ് ആണ്, അതിൻ്റെ പേരിൽ പറ്റിപ്പോയാണ്. കുഴപ്പമില്ല, നമുക്ക് വിഷമമൊന്നുമില്ല. പക്ഷെ നീ ഒരു കാര്യം മനസ്സിലാക്കണം. അതെ, ഞാനൊരു കാര്യം പറയട്ടെ. നമ്മൾ ഇവിടെ കണ്ടോ കണ്ടില്ലോ എങ്കിൽ പോലും നമുക്ക് ഒരുമിച്ചിരിക്കാൻ പറ്റുന്ന കുറച്ച് സമയങ്ങൾ, അതല്ലേ അതിൻ്റെ ബ്യൂട്ടി. ഇതൊന്നും ഏശത്തില്ല. ഇനി 40 വയസ്സ് കഴിഞ്ഞാൽ മനുഷ്യൻ കുറച്ച് കൂടുതൽ റൊമാൻറ്റിക് ആവണമെന്നാണ്. ഇങ്ങോട്ട് നോക്കൂ. എന്തുവാ തമിഴാ? என்னது சொல்லு. அப்படியா? 40 வயசு நான் ஆச்சிராவே அவ்வளவுதான். அப்படியா? அதுக்கு தொடக்கம் தான் இப்படி நான் நினைக்கிறேன். அப்படி ஒன்றும் இல்லைம்மா, நம்ம சூப்பராக ஹாப்பியாக இருப்பேன். சந்தோஷம் மாதிரி ஒரு காரியம் ஒரு வாட்டி நல்லா நடக்கலாம்ண்ணா. நல்லா அதுக்கு வேகத்துல வண்டி அங்க போட்டுட்டு இங்க வந்தாச்சு. இப்போ இனி திருப்பி அங்க போறதா கஷ்டம். நம்ம ஒரு வாக்கிங் போகலாம் வா. அதுக்கு என்ன சந்தோஷமா ஹாப்பியா வாக்கிங் போறதுக்கு அங்க இருந்து இங்க வரைக்கும் வாகமன் வரைக்குமா? നമുക്കിപ്പാ നീ എന്താ മേടിക്കുന്നത്? ഞാനല്ലേ. എന്നമ്മാ ഐസ് വെക്കണ പാര്. ഞങ്ങളെ നിഴലിൽ നിങ്ങൾ കാണും. ദിസ് ഈസ് ഞങ്ങൾ. ഓക്കെ, ബൈ ബൈ വാഗമൺ.